നടിയെ ആക്രമിച്ച കേസിൽ ആദ്യത്തെ 6 പ്രതികൾക്ക് നൽകിയ ആ ഒരു ശിക്ഷ വളരെ കുറഞ്ഞു പോയിരിക്കുകയാണ്. പ്രതികൾക്ക് 20 വർഷം കഠിന തടവും 50,000 രൂപ പിഴയും ലഭിച്ചെങ്കിലും മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് വിചാരണ കാലത്ത് അനുഭവിച്ച തടവ് കുറച്ച് ശിക്ഷ അനുഭവിച്ചാൽ മതി. അതിനാൽ തന്നെ ഒന്നാം പ്രതിയായ പൾസർ സുനിക്ക് ആദ്യം തന്നെ മോചിതനാവാം. പക്ഷേ ഈ ഒരു ശിക്ഷ വളരെ കുറഞ്ഞു പോയി എന്ന് തന്നെ പറയണം. ഒരു പെൺകുട്ടിയോട് ഇത്രയും ക്രൂരത കാണിച്ച ഒരു വ്യക്തിക്ക് കൊച്ചുകുട്ടികൾക്ക് കൊടുക്കുന്ന ശിക്ഷ പോലെയാണ് കൊടുത്തിരിക്കുന്നത്. അതേസമയം കോടതിക്കുള്ളിൽ ഇന്ന് കാണിച്ചത് വലിയൊരു നാടകം തന്നെയായിരുന്നു. രണ്ടാം പ്രതിയായ മാർട്ടിനാവട്ടെ കരഞ്ഞു കാലുപിടിച്ച് എന്നെ വെറുതെ വിടണമെന്നായിരുന്നു അപേക്ഷ. മാത്രമല്ല ഒന്നാം പ്രതിയായ പൾസർ സുനിയാവട്ടെ തനിക്ക് വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ എന്നും നിരപരാധിയാണ് താനെന്നും ശിക്ഷയിൽ ഇളവ് വേണമെന്നും ഒക്കെ പറഞ്ഞ് അവിടെ നാടകമായിരുന്നു ഇന്ന് കളിച്ചത്. തനിക്കെതിരെ ഇതിനു മുൻപ് ഒരു പെറ്റി കേസ് പോലും ഇല്ലെന്നും ചെയ്യാത്ത കുറ്റത്തിന് ഏറെക്കാലം താൻ അകത്ത് കിടക്കേണ്ടി വന്നിട്ടുണ്ടെന്നുമാണ് മാർട്ടിൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കോടതിയോട് പറഞ്ഞത്. ഇതെല്ലാം കേട്ടതിനു ശേഷമാണ് ഈ പ്രതികൾക്ക് 20 വർഷത്തെ ശിക്ഷ കോടതി വിധിച്ചത്. എന്നാൽ ഈ ഒരു ശിക്ഷയിൽ അതൃപ്തി പ്രകടിപ്പിച്ചെത്തിയിരിക്കുകയാണ് നടിയുടെ അടുത്ത സുഹൃത്തും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ ഭാഗ്യലക്ഷ്മി. കൊച്ചുകുട്ടികൾക്ക് നൽകുന്ന ശിക്ഷ പോലെയാണ് ഇത് കൊടുത്തിരിക്കുന്നതെന്നും സമൂഹത്തിന്റെ മുന്നിൽ ഇങ്ങനെയൊക്കെ ഒരു ക്രൂരകൃത്യം ചെയ്താൽ കൂടിപ്പോയാൽ ഇത്ര ശിക്ഷയെ ലഭിക്കൂ എന്നുള്ള ആ ഒരു ധാരണയാണ് ഇപ്പോൾ വളർത്തിയിരിക്കുന്നത് എന്നൊക്കെയുള്ള ആക്ഷേപങ്ങളാണ് ഈ ഒരു വിധിക്ക് നേരെ ഉയരുന്നത്. ഇങ്ങനെയാണെങ്കിൽ മറ്റു പ്രതികളെ വിട്ടതുപോലെ ഈ പ്രതികളെയും വിട്ടിരിക്കാം എന്നായിരുന്നു ഭാഗ്യലക്ഷ്മി പറയുന്നത്. എന്താണ് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായമെന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക. ഒപ്പം വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക.